സ്നേഹമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് പ്രത്യേകിച്ച് നമുക്കൊക്കെ പ്രാർത്ഥനയ്ക്ക് ചെലവഴിക്കാൻ ഏറ്റവും സഹായകമായൊരു ദേവാലയം നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ സഭയിൽ യുവജനങ്ങളുടെയൊക്കെ മധ്യസ്ഥനായ ജീൻസും ടീഷർട്ടൊക്കെ ധരിച്ച വിശുദ്ധരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വിശുദ്ധ കാർലോ അക്വിറ്റസിൻ്റെ ലോകത്തിലെ തന്നെ ആദ്യത്തെ ദേവാലയത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ ഈ ദേവാലയത്തിലുള്ള ശുശ്രൂഷകർ നമ്മുടെ കൂടെയുണ്ട്. അവരോടൊപ്പം നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ഇതാണ് ദേവാലയത്തിന് മുൻപിലുള്ള കാർലോ അക്വിറ്റസിൻ്റെ രൂപം. നമ്മുടെ കൂടെയുള്ള രണ്ടുപേരും പരിചയപ്പെടുത്താം. ക്ലീറ്റസ് ചേട്ടൻ ഇവിടുത്തെ ദേവാലയ ശുശ്രൂഷയാണ്. ജസ്റ്റിൻ ചേട്ടൻ. ഈ സ്ഥലം ഏതാ? പള്ളിക്കരയിലാണ് ലോകത്തിലെ ആദ്യത്തെ ദേവാലയം കാർലോ അക്വിറ്റസിന്റെ ദേവാലയമാണ്. അത് പ്രത്യേകം ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കാരണം ലോകത്തിൽ, അതെ, നമ്മുടെ കേരളത്തിൽ അത് വരാപ്പുഴ അതിരൂപതയിലാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ചേട്ടാ, ഈ ദേവാലയത്തെക്കുറിച്ചും എങ്ങനെയാണ് തുടങ്ങിയതിനെ കുറിച്ചും ഒന്ന് പറയാമോ? അതായത് 2025 മാർച്ചിലാണ് ഞങ്ങൾ ഇതിൻ്റെ പണി ആരംഭിക്കുന്നത്. മരിച്ചുപോയ പാപ്പായിരുന്നു പാപ്പ. ഏപ്രിൽ 27 ഇത് കുദാശ ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ അന്ന് വിശുദ്ധനെ വാഴ്ത്താൻ വേണ്ടി നിന്നതാണ്. പക്ഷേ പാപ്പ മരിച്ചു. അപ്പോൾ ഒരു 3-2 മാസം പിന്നിട്ട് പോയി. അത് കഴിഞ്ഞ് സെപ്റ്റംബർ 7 ഞങ്ങൾ ഇത് കുദാശ ചെയ്തു. അപ്പോൾ അത് ആർച്ച് ബിഷപ്പ് നമ്മുടെ കളത്തിപ്പറമ്പിൽ പിതാവ് ജോസഫ് കളത്തിപ്പറമ്പിൽ ആണ് ഇത് കുദാശ ചെയ്തത്. അപ്പം 2025 സെപ്റ്റംബർ മാസം 7 റോമിൽ വാഴ്ത്തിയ സമയത്ത് 1 മണിക്കൂർ ഇവിടെ കുദാശ ചെയ്തു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ദേവാലയം കുദാശ ചെയ്തു. അങ്ങനെയാണ് ഇത് ലോകത്തിലെ ആദ്യത്തെ വിശുദ്ധ കാർലോ അക്വിറ്റസിന്റെ ദേവാലയമായത്. പക്ഷേ അതിനുശേഷം ഇവിടെ വത്തിക്കാൻ സ്ഥാനപതിയും ഈ പള്ളി സന്ദർശിക്കുന്നുണ്ടായി. അപ്പോൾ അവരുടെ ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുണ്യാളൻ്റെ തിരുശേഷിപ്പ് അന്ന് ഇവിടെ തന്നെ സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഒരുപാട് യുവജനങ്ങളും അതുപോലെ ഈ പരിസരത്തുള്ള നാനാജാതി മതസ്ഥരെല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാറുണ്ട്. ഇന്ന് ഈ നമ്മുടെ പുറത്തു നിന്ന്, അതായത് തമിഴ്നാട്, കർണാടക എന്നൊക്കെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു മലേഷ്യയിൽ നിന്നൊരു ഫാമിലി ഇവിടെ സന്ദർശിക്കുന്നുണ്ടായി. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഇങ്ങോട്ട് പ്ലാൻ ചെയ്ത് വന്നതല്ലല്ലോ. പോകുന്ന വഴിക്ക് ഞാൻ കണ്ടു. അപ്പോൾ ഇങ്ങനെ എനിക്ക് തോന്നി. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്, സിനോട് ഞാൻ പറയാം. ഇന്ന് വെള്ളിയാഴ്ചയാണ്. രാവിലെ പറഞ്ഞു നൊവേനയുള്ള ദിവസമാണ്. രാവിലെ 6 മണിക്ക് കുർബാനയും നൊവേനയും ആരാധനയും, പിന്നെ വൈകുന്നേരം വരെ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ടാവും. വൈകുന്നേരം 6 മണിക്ക് കുർബാനയുണ്ട്, നൊവേനയുണ്ട്, ആരാധനയുണ്ട്. അത് പിന്നെ നേർച്ചയായിട്ട് നമ്മുടെ ഉണ്ണിയപ്പമാണ് ഇപ്പോൾ നിലവിൽ കൊടുത്തോണ്ടിരിക്കുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും കൊടുക്കുക. അതെ, അതുകൊണ്ട് ഈ മൂവാറ്റുപുഴ, എറണാകുളം ഭാഗത്ത്, കാക്കനാട്, അല്ലേ, ഈ ഏരിയ, കിഴക്കമ്പല, ഈ ഭാഗത്തുള്ളവർ നിങ്ങളോട് പറയുകയാണ്. സിനോട് നമുക്കറിയാം, കാർലോ അക്വിറ്റസ് വിശുദ്ധ കുർബാനയുടെ വിശുദ്ധനായിരുന്നു, അല്ലേ? വിശുദ്ധ കുർബാന, ആ സ്നേഹവും ഈശോയുടെ സ്നേഹമൊക്കെ അനുഭവിച്ചതുകൊണ്ട് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള അദ്ദേഹം അത്ഭുതങ്ങളിലൊക്കെ ശേഖരിച്ച് ലോകത്തിന് മുഴുവൻ വിശുദ്ധ കുർബാനയിലോട്ട് നയിച്ചൊരു വിശുദ്ധനാണ്. അപ്പോൾ അതിനെ പിന്തുടർന്നുകൊണ്ട് തന്നെ നമ്മൾ ഈ ദേവാലയത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും, ഇന്നൊരു വെള്ളിയാഴ്ചയാണ്, ഞാനിവിടെ ദേവാലയത്തിൽ വന്ന് കുറച്ച് നേരം ആരാധനയ്ക്ക് ഇരുന്നു. അപ്പോഴാണ് വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. അങ്ങനെയാണ് ചേട്ടനോട് ഞാൻ ചോദിച്ചത്. ആരാധനയ്ക്ക് ഇരുന്നു. അതിനുശേഷം അപ്പോൾ അങ്ങനെ വിശുദ്ധ കുർബാനയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചൊരു വിശുദ്ധനായതുകൊണ്ട് നിങ്ങൾ ഈ പരിസരത്തുള്ളവരൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും, വെള്ളിയാഴ്ച ദിവസങ്ങൾ ഇവിടെ വരിക. ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആരാധനയുണ്ട്. കുർബാനയെ പങ്കെടുക്കുക. അതുപോലെ തന്നെ അങ്ങനെ ഈ ഒരു ദിവസം ഇവിടെ ചെലവഴിക്കാം. പ്രത്യേകിച്ച് യുവജനങ്ങളെ ക്ഷണിക്കണം, അല്ലേ? നിങ്ങൾ ഫ്രീ ടൈം ഒക്കെ വരിക, ഇവിടെ വന്ന് ഈശോയുടെ ആരാധിച്ച് കടന്നു. കാരണം കാർലോ അക്വിറ്റസ് വിശുദ്ധ കുർബാനയുടെ വലിയ വിശുദ്ധനായിരുന്നു. ഇനി നമുക്ക് ദേവാലയം നിങ്ങളൊന്ന് കാണിക്കാം. ദേവാലയത്തിൽ ആരാധന നടക്കുകയാണ്. നമുക്ക് ആരാധന അല്പം നേരം പങ്കെടുക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുക. അതിനുശേഷം ദേവാലയത്തിലെ മറ്റ് പരിസരങ്ങൾ നമ്മൾ കാണിക്കുന്നതായിരിക്കും. സ്നേഹമുള്ളവരെ, നിങ്ങൾ അല്പനേരം ഈശോയുടെ കൂടി ആയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനെ സമയം കിട്ടുമ്പോഴെല്ലാം നിങ്ങൾ ഇവിടെ വരിക. ഇപ്പോൾ കപ്പിയാരേട്ടൻ എന്നോട് പറയുമായിരുന്നു, ഇവിടെ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെ ഈ ദേവാലയം തുറന്നിടും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാം, ഈശോയുടെ കൂടി ആയിരിക്കാം.
അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കുന്നുണ്ടോ, വേൾഡ്സ് ഫസ്റ്റ് ചർച്ച് ഓഫ് സെൻറ്റ് കാർലോ അക്വിറ്റസ് ഓൺ ദ ബ്ലെസ്ഡ് ഓൺ ദ ഡേ ഓഫ് കാനനൈസേഷൻ. അന്ന് തന്നെയാണ് ഇത് നമ്മളിത് ബ്ലെസ് ചെയ്തത്. പിന്നെ നമ്മുടെ ഇപ്പോൾ ഉള്ളത് ഇതിൻ്റെ കൂടെയുള്ള ഇതിൻ്റെ സഹോദര പേരെന്നാന്ന് പറഞ്ഞ് ക്ലെവിന് ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്താൻ കാരണം ഈ ദേവാലയത്തിലെ ആദ്യത്തെ ആരാണ്? ഓൾട്ടർ ബോയ് ആണ് ഇവൻ. കാർലോ അക്വിറ്റസിൻ്റെ ലോകത്തിലെ തന്നെ ആദ്യത്തെ ദേവാലയം. ആ ദേവാലയത്തിലെ തന്നെ ആദ്യത്തെ ഓൾട്ടർ ബോയ് ആണ് ക്ലെവിൻ അല്ലേ? ക്ലെവിൻ. അപ്പോൾ മിടുക്കനാണ് ക്ലെവിൻ. അപ്പോൾ ഞാൻ സംസാരിച്ചു. അപ്പോൾ ക്ലെവിനോട് ഞാൻ വെറുതെ കാഷ്വലായിട്ട് ചോദിക്കുകയാണ്, ക്ലെവിനെ നമ്മൾ നീ കാർലോ അക്വിറ്റസിനെ കുറിച്ച് വായിച്ചിരിക്കില്ലേ, അറിയത്തില്ലേ? കാർലോ അക്വിറ്റസിൻ്റെ ജീവിതത്തിൽ ഇന്നലെ ഏറ്റവും സ്പർശിച്ച കാര്യം എന്താ? ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നുന്ന കാര്യം എന്താ? ദിവ്യകാരുണ്യഭക്തി, ഈശ്വരനുള്ള ഭക്തി അല്ലേ? നീ പള്ളിയിൽ എല്ലാ ദിവസം വരാൻ പറ്റുന്നുണ്ടോ? എല്ലാ ദിവസം വരും അല്ലേ? ഓൾറെഡി കപ്പേരേണ്ണുള്ള അടുത്തുള്ളത്. അപ്പോൾ നമ്മുടെ കൂടെ വീഡിയോ എടുക്കുന്ന സഹോദരൻ ഇവിടുത്തെ രണ്ടാമത്തെ ഓൾഡർ പോയി അല്ലേ? ബ്രോയുടെ പേരെന്നെ? ഇവാനാണ് നമുക്ക് വീഡിയോ എടുത്ത് തരുന്നത്. അവനെ കാണാൻ പറ്റില്ല കാരണം അവൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ നല്ല മിടുക്കന്മാരായിട്ട് വളർന്നവരായിട്ട് നോക്കി. കാർലോ അക്വിറ്റസ് ഇവിടെ അല്ലേ ഈ സ്ഥലത്ത് ഈ കുഞ്ഞുങ്ങളെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്, നമ്മുടെ യുവജനങ്ങളെല്ലാം സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്നേഹമുള്ളവർ, ഇതാണ് പള്ളിയുടെ പരിസരം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ഇതാണ് പള്ളിയുടെ പരിസരങ്ങൾ. അവിടെ മാറി നമുക്കത് വീഡിയോ അങ്ങോട്ട് എത്താൻ പറ്റില്ലായിരിക്കും. അവിടെ മാറി ഒരല്പം മാറി കാർലോ അക്വിറ്റസിൻ്റെ രൂപങ്ങളുണ്ട് അല്ലേ? ജീൻസും ടീഷർട്ടൊക്കെ ഇട്ട രൂപങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും. സെൽഫി പോയിന്റ് ആണ്, അവിടെ സെൽഫി പോയിന്റ് ഉണ്ട്. അവിടെ കാർലോ അക്വിറ്റസിൻ്റെ കൂടെ നിന്ന് നമുക്ക് സെൽഫി ഒക്കെ എടുക്കാം. ഈ കൽക്കുരിശ് ഇവിടെ സ്ഥാപിക്കാനായിട്ട് കാർഡിനാൽ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് പിതാവാണ് വന്ന് ഇത് മലേഷ്യയിൽ നിന്നും വന്നാണ് ഇത് കല്ലുകുരിശ് വെഞ്ചരിച്ച് സ്ഥാപിച്ചത് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ഈ വഴി എറണാകുളമൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് സെൽഫി ഒക്കെ എടുക്കണമെങ്കിൽ ദേ പുണ്യാളൻ ഇവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ഈ കയ്യിലോട്ട് വെച്ച് കൊടുക്കുക, മൊബൈൽ കയ്യിലോട്ട് വെച്ച് കൊടുക്കുക, സെൽഫി എടുക്കുക. എങ്ങനെയാണ് കാണിച്ചു കൊടുത്തേ? ഫോൺ ഇങ്ങനെ വെക്കുക, അതെ, സെൽഫി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം, കുഞ്ഞുങ്ങൾക്കൊക്കെ സന്തോഷമാകും കേട്ടോ. അപ്പം ഇത് മാത്രമല്ല, ഇങ്ങനെ നമ്മൾ ഈ സെൽഫി എടുത്തിട്ട് പോകരുത്. ഈ കാർലോ അക്വിറ്റസിനെ പോലെ വിശുദ്ധ കുർബാനെ സ്വീകരിക്കുന്ന, സ്നേഹിക്കുന്ന, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന, വിശുദ്ധ കുർബാന മുന്നിൽ പ്രാർത്ഥിക്കുന്ന വിശുദ്ധരായിട്ട് നമ്മൾ മാറണം അല്ലേ ചേട്ടാ? അങ്ങനെയല്ലേ? വിശുദ്ധരായിട്ട് മാറണം. നല്ലൊരു സ്ഥലമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ഈ സ്ഥലം തിരഞ്ഞെടുക്കുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. യുവജനങ്ങൾ പ്രത്യേകിച്ച് വരിക അല്ലേ? അല്ലേ ക്ലെവിനെ? ഒന്ന് പറഞ്ഞേ, എല്ലാവരോടും വരണമെന്ന് പറഞ്ഞേ. എല്ലാവരും വരണം. പുതിയൊരു പള്ളിയാണ്, യുവജനങ്ങളുടെ പള്ളിയാണ്. ഞങ്ങൾ കുറെ ആഗ്രഹിച്ചിട്ട് വന്നൊരു പള്ളിയാണ്. നമ്മൾ ഒത്തിരി ആഗ്രഹിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ പള്ളിയാണല്ലേ കേട്ടോ? അപ്പോൾ ക്ലെവിനും ഇവരെല്ലാവരും ചേർന്ന് നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ വിശുദ്ധ ജീവിതത്തിലൂടെ നമുക്ക് കൂടുതൽ ഈശോയെ സ്നേഹിക്കുന്നവരായി മാറാം, പരിശുദ്ധ കുർബാനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നവരായി മാറാം. നമ്മളിവിടെ വരുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, കാർലോ അക്വിറ്റസിനെ കാണാൻ വേണ്ടി മാത്രമല്ല വരുന്നത്, നമ്മൾ ഈശോയോട് ഇരിക്കാൻ വേണ്ടി വരുന്നത്. കാർലോ അക്വിറ്റസ് വിശുദ്ധ കുർബാന ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. കാർലോ അക്വിറ്റസും കുർബാനയ്ക്ക് പോകുമായിരുന്നു. ആ ഒരു തീക്ഷ്ണതയും ആ ഒരു ജീവിത രീതിയും നമുക്ക് പിഞ്ചല്ല. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഈ വർഷം ആദ്യ കുർബാന സ്വീകരിക്കുന്ന 54 കുട്ടികൾ ഇവിടെ വന്ന് പുണ്യാല വണങ്ങിയിട്ടാണ് ആ സ്വീകരണത്തിൽ പോയത്. എവിടുന്ന്? കൂനമ്മാവ് പള്ളി. ആ കുഞ്ഞുങ്ങൾ ആദ്യ കുർബാന സ്വീകരിച്ച കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ വന്ന് അവർ പ്രാർത്ഥിച്ച ശേഷം പോയി. കാരണം ഈശോയെ സ്വീകരിക്കുകയല്ലേ, ആദ്യമായിട്ട് ഈശോയെ സ്വീകരിക്കുകയാണ്. ഇപ്പോൾ കാർലോ അക്വിറ്റസ് ആണെങ്കിലും വിശുദ്ധ കുർബാനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്ത് ജീവിച്ച ആളാണല്ലോ. അതുകൊണ്ട് ഈ ഒരു ദേവാലയം തീർച്ചയായും ദൈവം വളർത്തും. ദൈവത്തിന് പ്രത്യേകമായ സാന്നിധ്യമുള്ള ഒരിടമാണ്. ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് നിർമ്മിക്കപ്പെട്ടൊരു ദേവാലയമാണ്. അപ്പോൾ നിങ്ങളും വരിക, പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഈ വീഡിയോ തീർച്ചയായും ഞങ്ങൾ ചെയ്തത്, ഇതിനു മുമ്പ് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ കാർലോ അക്വിറ്റസിൻ്റെ മധ്യസ്ഥതയെ അയച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പുണ്യാളൻ കാർലോ അക്വിറ്റസ് സ്വർഗത്തിലിരുന്ന് നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് ഈശോയെ സ്നേഹിക്കുന്നവരായി മാറാം, ഈശോയെ കൊണ്ട് ജീവിക്കുന്നവരായി മാറാം, ഈശോയുടെ ദിവ്യകാരുണ്യത്തെ എല്ലാ ദിവസവും ആരാധിക്കുന്നവരായിട്ട് മാറാം. അപ്പോൾ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ, ദൈവത്തിൻ്റെ കൃപ നമ്മളെല്ലാവരിലോട്ടും ഒഴുകട്ടെ. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദി. ഗോഡ് ബ്ലെസ് യു.